ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക്. ഇറാൻ പൂർണ്ണമായും അടച്ചുപൂട്ടിയെന്ന് അവകാശപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കൻ സൈന്യം അതീവ രഹസ്യമായി 10 കോടി ബാരലിലധികം ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക ദൗത്യം ലോകരാജ്യങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്നത് ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച അതീവ തന്ത്രപ്രധാനമായ ഒരു സൈനിക ദൗത്യമാണ്. ഫെബ്രുവരി 28-ന് ഇറാൻ തന്ത്രപ്രധാനമായ ഈ കടലിടുക്ക് പൂർണ്ണമായും നിരോധിച്ചതിനെ തുടർന്ന് ആഗോള ഇന്ധന വിപണിയിൽ അനിശ്ചിതത്വം ഉടലെടുക്കുകയും ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമെന്ന ഭീതി പരക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിസന്ധി അതിജീവിക്കാനും എണ്ണവില ബാരലിന് $200 ഉയരുന്നത് തടയാനും ലക്ഷ്യമിട്ടാണ് അമേരിക്ക ഈ ദൗത്യം നടപ്പിലാക്കിയത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ദൗത്യം ഇടക്കാലത്ത് നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ വന്നെങ്കിലും യഥാർത്ഥത്തിൽ അത് അതീവ രഹസ്യമായി തുടരുകയായിരുന്നു എന്ന് പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായി. ഇരുട്ടുമൂടിയ രാത്രികളിൽ ലൈറ്റുകൾ പോലും തെളിക്കാതെ വാണിജ്യ കപ്പലുകളെ കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടത്തിവിട്ടുകൊണ്ട് 10 കോടി ബാരലിലധികം ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കാൻ ഈ ദൗത്യത്തിന് സാധിച്ചു. ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ പോലും മറികടന്ന് 200-ലധികം വാണിജ്യ കപ്പലുകളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിച്ച ഈ സൈനിക നീക്കം ആഗോള എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുടെ മേധാവിത്വം ഉറപ്പിക്കാനും എണ്ണവില $90 താഴെ നിലനിർത്താനും സഹായകമായി എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക ദൗത്യത്തിന്റെ കരുത്തും ആഴവുമാണ് വെളിവാക്കുന്നത്. ഈ ദൗത്യത്തിന്റെ വിജയത്തെക്കുറിച്ച് ട്രംപ് പങ്കുവച്ച പ്രധാന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ സങ്കീർണത വ്യക്തമാകും. പ്രധാനമായും അതീവ രഹസ്യമായാണ് ഈ നീക്കങ്ങൾ നടത്തിയതെന്നാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾ പോലും തെളിക്കാതെ എണ്ണ ടാങ്കറുകൾ സുരക്ഷിതമായി കടലിടുക്ക് കടന്നത് ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ പൂർണ്ണമായും നിഷ്ക്രിയമാക്കിക്കൊണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇറാന് ഈ നീക്കം ഒരിക്കലും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. വൻതോതിലുള്ള ഈ എണ്ണക്കടത്തിലൂടെ 200-ലധികം വാണിജ്യ കപ്പലുകളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും അതുവഴി 10 കോടി ബാരലിലധികം ക്രൂഡ് ഓയിൽ തടസ്സമില്ലാതെ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കാനും അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞു. ആഗോളതലത്തിൽ എണ്ണവില ബാരലിന് $200 കുതിച്ചുയരുമെന്ന ഭീതിതമായ സാഹചര്യത്തെ സമർത്ഥമായി മറികടക്കാൻ ഈ ദൗത്യത്തിന് സാധിച്ചുവെന്നും ഇതിലൂടെ എണ്ണവില $90 താഴെ നിലനിർത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെന്നും ട്രംപ് ഊന്നി പറഞ്ഞു. ഇതോടൊപ്പം ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയുടെ കൈകളിലാണെന്നും ഈ പ്രതിസന്ധികൾക്കിടയിൽ ഇറാനിയൻ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയുടെ തുടക്കം ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ വ്യോമാക്രമണത്തോടെയാണ്. ഈ ആക്രമണം മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുകയും മേഖലയിൽ വിന്യസിച്ചിരുന്ന അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് വെടിവെച്ചിടുകയും ചെയ്തതോടെ സംഘർഷം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങി. പിന്നീട് ജൂൺ 8-ന് ഒമാൻ തീരത്ത് വെച്ച് മറ്റൊരു അമേരിക്കൻ ഹെലികോപ്റ്റർ കൂടി തകർക്കപ്പെട്ടത് സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കി. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ 9-ന് ഇറാനിലെ 20ഓളം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ശക്തമായ തിരിച്ചടി വ്യോമാക്രമണം സംഘർഷത്തെ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ പരമ്പര സംഭവങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിലെ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഭാഗവും കടന്നുപോകുന്ന പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഈ മേഖലയിൽ അമേരിക്ക നടത്തുന്ന സൈനിക നടപടികൾ ഇറാനും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സംഘർഷം ലഘൂകരിക്കപ്പെടുമോ അതോ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം. പ്രസിഡന്റ് ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ ഇറാന് നേരെയുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. അതേസമയം ഇറാൻ ഈ വെളിപ്പെടുത്തലിനെ എങ്ങനെ നേരിടുമെന്നത് നിർണായകമാണ്. ആണവായുധങ്ങൾ സംബന്ധിച്ച ചർച്ചകളും ഇറാന് മേലുള്ള ഉപരോധങ്ങളും സജീവമായിരിക്കെ ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം ഈ പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണോ എന്ന് കണ്ടറിയണം.